ഹലോ ഫ്രണ്ട്സ്, കറിച്ചിട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അടിപൊളി ഒരു സ്നാക്കാണ്. വേറും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ രുചികരമാണ്. കാപ്പിക്കൊക്കെ നല്ല ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. അത് നമ്മൾ ചെറിയ ഉരുളക്കിഴങ്ങ് എടുക്കുന്നു. അത് നന്നായിട്ട് നമ്മളിതിനെ തൊലി കളയാതെ തന്നെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതുപോലെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു പാത്രത്തിലിടുന്നു. ഇനി ഇതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലിടുക. കുക്കറിലിട്ടിട്ട് അത് മുങ്ങി നിൽക്കുന്നത്തോളം വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 1-2 വിസിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പരിപാടിയായി. ഇനി ഇതിനെ നമ്മളൊരു പലകയിൽ വെച്ചിട്ട് കുറച്ച് കോൺഫ്ലോറാണ് ഇത് അടിച്ചിട്ട് എന്തെങ്കിലും വെച്ച് ഞെക്കി ഒന്ന് പരത്തിയാൽ മതി. ഇത് പരത്തിയെടുക്കുക ഇതുപോലെ. ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിൽ എണ്ണ ചൂടാകാൻ വെക്കുക. എണ്ണ ചൂടായതിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിനാവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടത് കൊണ്ട് നമുക്ക് വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ഇതിന് ഉപയോഗിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് ഇതുപോലെ നന്നായിട്ട് 2 വശം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ തൊലി കളയണമെന്നില്ല. നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടാവും. നന്നായിട്ട് വൃത്തിയായി കഴുകിയെടുത്താൽ മതി. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ജാറിൽ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ് ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് പൊമഗ്രാനൈറ്റും കുറച്ച് വെള്ളരിക്ക അരിഞ്ഞെടുത്തതാണ്. ഇതിലേക്ക് കുറച്ച് ബ്ലാക്ക് പെപ്പറും ചാറ്റ് മസാല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് അതിൻ്റെ മുകളിൽ വെക്കാനാണ്. ഇത് നല്ല അടിപൊളിയായിരിക്കും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിന് ഫ്രൈ ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങിനെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മുളക് ചമ്മന്തി തേച്ച് കൊടുക്കുന്നു. നമ്മൾ അരച്ചെടുത്തത് അതിൻ്റെ മുകളിൽ കുറച്ച് പൊമഗ്രാനൈറ്റും ഇത് വെള്ളരിക്ക അരിഞ്ഞത് ഇതുപോലെ വെച്ചിട്ട് കുറച്ച് ഒരു മല്ലിയിലയും കൂടെ വെച്ച് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്നാക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.